ഓരോ നാട്ടിലും അവരുടേതായ പല പ്രത്യേകതകളുള്ള ഫുഡാണ് കിട്ടുന്നത്. ഇപ്പോൾ കോട്ടയം സൈഡിലോട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മപ്പാസും സ്റ്റൂ ഒക്കെ കിട്ടുന്ന പോലെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടും. ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. എങ്കിൽ കൂടെ ഫുഡ് ലവേഴ്സ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. കൊല്ലം മട്ടൻ ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രവും മട്ടൻ ക്യാപിറ്റൽ തന്നെയാണ്. കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള പല മട്ടൻ കടകളുണ്ട്, പയൽവാന്, സലീം, ഇങ്ങനത്തെ കടകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മട്ടൻ ഒന്നിനൊന്നും മെച്ചമാണ്. നമുക്ക് ഒരു കുറവും പറയാം. ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഫ്ലേവർ ഫൈൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് നാട്ടുകാർ തമ്മിൽ കണ്ടാലും അവർ തമ്മിലുണ്ടാകുന്ന ഒരു കോമൺ ചർച്ചാ വിഷയമാണ് ഫുഡ്. നമ്മുടെ നാട്ടിൽ ബിരിയാണിയാണ് അടിപൊളി, നമ്മുടെ നാട്ടിൽ കോഴിക്കറിയാണ് അടിപൊളി, അങ്ങനെ എല്ലാവർക്കും പറയാൻ ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. ഇന്ന് അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹായ് സർ. ഹലോ. സാർ ഒരു കോട്ടയംകാരനാണല്ലോ. അപ്പോൾ ഒരു കോട്ടയംകാരൻ എന്ന നിലയിൽ സാറിൻ്റെ നാട്ടിലെ സ്പെഷ്യാലിറ്റി എന്ന് തോന്നുന്ന ഡിഷ് ഏതാണ്? കോട്ടയം, ആലപ്പി അവിടെയെല്ലാം ഒരു ഓൾമോസ്റ്റ് സിമിലർ ഫുഡ് കൾച്ചറാണ്. അപ്പം അവിടെ മോസ്റ്റ്ലി ഫിഷ് കറീസ്, പിന്നെ സ്റ്റൂ, മപ്പാസ്, ഇപ്പോൾ കരിമീൻ, താറാവ്, ഇങ്ങനെയൊക്കെയുള്ള ഡിഷസൊക്കെയാണ് മോസ്റ്റ്ലി ഒരു നാടൻ സ്റ്റൈലിലുള്ള കോട്ടയം സ്റ്റൈൽ ഫുഡ്സാണ് അവിടെ ഉള്ളത്. സാറിന് കേരളം എന്ന് ആലോചിക്കുമ്പം ഏത് റീജിയനിലെ ഫുഡിനോടാണ് ഏറ്റവും ഇഷ്ടം? എനിക്കങ്ങനെ പെക്യുലറായിട്ട് ഒരു നാടിനോടൊരു പ്രിഫറൻസ് ഇല്ല. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. കാരണം ഓരോ നാട്ടിലും അവരുടേതായ പല പ്രത്യേകതകളുള്ള ഫുഡാണ് കിട്ടുന്നത്. ഇപ്പോൾ കോട്ടയം സൈഡിലോട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മപ്പാസും സ്റ്റൂ ഒക്കെ കിട്ടുന്ന പോലെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടും. അങ്ങനെ വയനാട് പോയി കഴിഞ്ഞാൽ മറ്റേ ബീഫിൻ്റെ കാല്, അങ്ങനെയൊക്കെ. അപ്പം അതാത് ഫുഡിൻ്റെ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കഴിക്കണേ ആ നാട്ടിൽ പോയെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. ആ നാട്ടിലെ ഫുഡാണെന്ന് പറഞ്ഞ് പല റെസ്റ്റോറൻറ്റ്സിലും ഈ ഡിഷസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ ആ അറ്റ്മോസ്റ്റ് ഒതൻറ്റിക് ഫ്ലേവറിൽ കഴിക്കണമെങ്കിൽ അതായത് നാട്ടിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ സാറേ, അപ്പം നമ്മൾ ഈ കോഴിക്കോട് ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് സാർ എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ ആൻസർ പറഞ്ഞാലും അതിൽ എഗൻസ്റ്റായിട്ടും പിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരും. ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എല്ലാ നാടിനും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നാടിനും അവരുടേതായ ഫുഡിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. എങ്കിൽ കൂടെ ഫുഡ് ലവേഴ്സ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എല്ലായിടത്തും ഫുഡ് ലവേഴ്സ് ഉണ്ട്, പക്ഷേ ഫുഡിനെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കോഴിക്കോടുകാർ. ഇത് ഞാൻ പറയാൻ കാരണം കോഴിക്കോട് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ എൻ്റെ പല റെസ്റ്റോറൻറ്റ്സിലും അല്ലെ എൻ്റെ ക്ലയൻസിൻ്റെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പല കോഴിക്കോടുകാർ കഴിക്കാൻ വരും. അവർ കഴിച്ച് ഒരു ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൗണ്ടറിലോ അല്ലെ ഇതിൻ്റെ മാനേജർ ആരെയാണെന്ന് വിളിച്ച് ഇത് പ്രശംസിക്കും, ഇത് നല്ല ഫുഡാണ്, ഇങ്ങനെ തന്നെ കൊടുക്കണം, ഞങ്ങൾ ഈ നാട്ടിൽ വരുമ്പം ഇവിടെ വരുന്നത് നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കോഴിക്കോടുകാർക്കൊരു ഫുഡിനോട് അത്ര ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് കൂടാതെ ഇനി ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതും അവർ പറയും. പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എന്നാലും മജോറിറ്റി ഉള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ഫുഡ് മോശമാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് പോവും, ആൾക്കാർ വരില്ല, നിങ്ങൾ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയും. അത് ഈ ഒരു എന്താ പറയുന്നത്, ഫുഡിനെ നന്നാക്കണം അല്ലെ ആ ഫുഡ് സെർവ് ചെയ്യുന്നവർ രക്ഷപ്പെടണമെന്നുള്ളൊരു രീതിയിലെ ആറ്റിറ്റ്യൂഡുള്ള ഒരു ആൾക്കാരാണ് കോഴിക്കോട് ഞാൻ കണ്ടതിൽ. അപ്പം ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്നതിനെ കാട്ടിലും ഉപരി ഞാൻ ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് ഫുഡ് ലവേഴ്സ് ഓഫ് കേരള ഫ്രം കോഴിക്കോട്. യെസ്, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു മലബാർ റീജിയനിലേക്ക് പോകുമ്പം അവർ സ്നേഹം കാണിക്കുന്നത് ഫുഡിൽ കൂടെയാണ്. ആൾക്കാർ അതിഥികൾ കയറി വരുമ്പോഴാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവരുടെ ഒരു ലവ് ലാംഗ്വേജാണ് ഫുഡ് എന്ന് വേണമെങ്കിലും പറയാം. അതെ. പിന്നെ സാറ് കോഴിക്കോട് വിസിറ്റ് ചെയ്യുമ്പം പൊതുവേ പോവാറുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ്? കോഴിക്കോട് ഞാൻ വിസിറ്റ് ചെയ്യുമ്പം മസ്റ്റ് ട്രൈ എൻ്റെ ഡിഷ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. ബിരിയാണിയുടെ പല വെർഷൻസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബോംബെ ഹോട്ടലിൽ പോവും, ചിലപ്പോൾ പാരഗണിൽ പോവും, പിന്നെ റഹ്മത്ത്. അപ്പം ഈ ഓരോ ടൈമിലും എനിക്ക് റഹ്മത്തിൽ ബിരിയാണി കഴിക്കാൻ ഇന്ന് തോന്നുന്നു, അപ്പം റഹ്മത്തിലാണ് പോകുന്നത്. പാരഗണിൽ കഴിക്കാൻ തോന്നുമ്പോൾ പാരഗണിൽ പോകും. അപ്പം ബിരിയാണി തന്നെ അവരവരുടേതായ പല റെസിപ്പീസും അത്
അതിലൊരു സ്പെഷ്യാലിറ്റി ഒക്കെ ചെയ്ത് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ബിരിയാണിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരാത്തൊരു ഡിഷാണ്. പിന്നെ ഓൾ ഇൻ വൺ മീലാണ്, കൂടെ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ കോഴിക്കോടിൽ തന്നെ ഒരു മസ്റ്റ് ട്രൈ ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി മാത്രമല്ല, അവിടെ വേറെ പല ഡിഷസും ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യും. എന്നാലും ഒരു ഫസ്റ്റ് പ്രിഫറൻസിൽ ബിരിയാണി എന്തായാലും കൂടെ കാണും. ഓക്കെ സാർ. അപ്പോൾ നമ്മൾ കോഴിക്കോട് വിട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി സദേൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൊല്ലം എടുക്കാം. കൊല്ലത്തിന് നമ്മൾ മട്ടൺ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊല്ലം ആൻഡ് മട്ടൺ ഡിഷസ്, ഇതിന് എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്താണ്? ബേസിക്കലി കൊല്ലവും ട്രിവാൻഡ്രം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കൊല്ലം മട്ടൺ ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രവും മട്ടൺ ക്യാപിറ്റൽ തന്നെയാണ്. കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള പല മട്ടൻ കടകളുണ്ട്, ഫയൽവാന, സലീം, ഇങ്ങനെയൊക്കെ കടകളുണ്ട്. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തും ഉണ്ട്, റെജില, SBR, ഇങ്ങനെയൊക്കെ പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മട്ടൻ ഒന്നിനൊന്നും മെച്ചമാണ്. നമുക്ക് ഒരു കുറവും പറയാം. ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകത്തേ ഉള്ളൂ. അപ്പം ഇതിൽ ഞാനൊരു പ്രിഫേർഡായിട്ട് ഇപ്പോൾ കൊല്ലമെന്നോ അല്ലെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ അവരവരുടെ ഫുഡിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അവർ തമ്മിലൊരു അടിയുണ്ടാകാനൊരു ഒരു ഒരു ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ സത്യത്തിൽ രണ്ടിടത്തെയും മട്ടൻ അടിപൊളിയാണ്. ഞാൻ ഇപ്പം ഇത് കൊല്ലമൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കാറുണ്ട്. അതായത് ഇനി കൊല്ലം അല്ലെ ട്രിവാൻഡ്രം വന്നെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മിസ്സാകാതിരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും മട്ടൻ കഴിക്കും. അപ്പോൾ നമ്മൾ ഈ റീജിയണൽ ഫുഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഓരോ റീജിയനും ഉള്ള ഫുഡിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്തെ ലൈഫ് സ്റ്റൈൽ, ആൾക്കാരെങ്ങനെയായിരുന്നു പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത്, അവർ ചെയ്ത തൊഴിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ്, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും അവിടുത്തെ ഫുഡ് അന്ന് സെറ്റ് ചെയ്ത് പോയ ആ ഒരു ഫുഡ് കൾച്ചറായിരിക്കും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാവുക അല്ലേ? അതെ. അതിന് ഒരു മെയിൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടുക്കി, മൂന്നാർ, ആ റീജിയനൊക്കെ എടുക്കുമ്പോഴത്തേക്കും എല്ലും കപ്പയും കറിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കൂടുതലും കൃഷിക്കാരാണ്, കുടിയേറി വന്നവരും. അപ്പം അവർ കപ്പ കൃഷിയൊക്കെ ചെയ്യും. കപ്പ പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ അത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയതുകൊണ്ട് ഇവർക്ക് പണിയെടുക്കാൻ കൂടുതൽ എനർജിയൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഇവർ പശുവിനെയും പോത്തിനെയും ഒക്കെ വളർത്തും. അപ്പം അതിൽ നിന്നാണ് ഈ എല്ലും കപ്പ ആ കോമ്പിനേഷൻ വരുന്നത്. ഈ കൂടുതൽ കടൽ തീരത്തു നിന്നും മാറിയുള്ളതാണ്. അപ്പം ഈ മീനുകളും അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറവാണ്. പുഴ മീനുകളൊക്കെ കിട്ടിയെങ്കിലും കടൽ മീനുകളൊന്നും അധികം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഈ മീറ്റ് പ്ലസ് കാർബോഹൈഡ്രേറ്റ് രീതിയിലുള്ള കോമ്പിനേഷൻ. പിന്നെ നെൽകൃഷി വളരെയധികമൊന്നും ആ ഏരിയയിലില്ല. അങ്ങനെയാണ് ഈ പ്ലാന്റേഷന് വളർന്നു വരുന്ന രീതിയിലുള്ള കപ്പ പോലുള്ളതും മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് വരുന്ന ചേന, ഇങ്ങനെയുള്ള സംഭവങ്ങളും, ചേന, കപ്പ, അതിൻ്റെയൊക്കെ കോമ്പിനേഷൻ വിത്ത് മീറ്റ് ആയിട്ട് അവിടെ ഒരു അങ്ങനെ ഒരു ഫുഡ് കൾച്ചർ അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ മൂന്നാർ ഇവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും എല്ലും കപ്പ, കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നത്. അവിടെ ഇനി ഈ ഓരോ റീജിയനിൽ അവിടുത്തെ ഓരോ ലോക്കലൈസ്ഡ് റീജിയനിൽ പോകുമ്പോൾ ആ കപ്പ ബിരിയാണിക്കും പല പല ടേസ്റ്റാണ്. ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് കപ്പ ബിരിയാണി കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര വ്യത്യസ്തമായൊരു ടേസ്റ്റ്. അപ്പോൾ അവരുടെ ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും, എന്നാൽ ഇത് മുട്ടയുടെ മഞ്ഞയാണ് ഇത് മിക്സ് ചെയ്യുന്ന അറിയത്തില്ല. അതിനൊരു പ്രത്യേക കൺസിസ്റ്റൻസിയും ഒരു പ്രത്യേക ഫ്ലേവർ, ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. അത് എനിക്കൊരു ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ആയിട്ടാണ് തോന്നിയത്. അപ്പം അങ്ങനെ ഓരോ റീജിയനിലും അവരവരുടെ ഡിഷസ് സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ അങ്കമാലിയൊക്കെ കായ ഇട്ടിട്ട് പോർക്കും ബീഫും ഒക്കെ വെക്കാറുണ്ട്. അതെ, അവരുടെ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു മെയിൻ ഡിഷാണല്ലേ. അതുപോലെയാണ് ഈ കല്യാണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ നാട്ടിലെയും ക്യുസീൻ കാണിക്കുന്ന ഒരു ഇവൻറ്റ്. അതെ, ശരിക്കും പറഞ്ഞാൽ പല നാട്ടിൽ പോകുമ്പം കല്യാണങ്ങൾക്ക് വിളമ്പുന്നത് പല പല കാര്യങ്ങളായിരിക്കും. സദ്യ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സദ്യ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല നാട്ടിലും ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ സദ്യ പല രീതിയിലായിരിക്കും. പല രീതിയിൽ വിളമ്പുന്നവരുണ്ട്. 3 വട്ടമായിട്ട് വിളമ്പുന്നവരും. ഇപ്പം കോഴിക്കോടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇരിപ്പിൽ കഴിച്ച് തീർക്കാവുന്നതാണ്. എന്നാൽ സദേൺ സൈഡിലേക്ക് വരുമ്പം പല പ്രാവശ്യമായിട്ട് ആദ്യത്തെ ചോറ് പരിപ്പ് കൂട്ടി കഴിക്കുക, പിന്നെ സാമ്പാർ ഒഴിച്ച് കഴിക്കുക, അങ്ങനെയുള്ള പല പല ആചാരങ്ങളാണ് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളത്.
അപ്പോൾ ഇതൊക്കെ റീജിയണലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സദ്യ എടുക്കുവാണെങ്കിൽ സദ്യയുടെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് ഓരോ കൂട്ടനും കാര്യങ്ങളും ചോറും ഒക്കെ വിളമ്പുന്ന ഒരു രീതി തന്നെയുണ്ട്, ഇല വെക്കുന്നതും ഒക്കെ. കൂടാതെ ഈ സദ്യ തീരുന്നതും 2 തരം പായസവും ബോളിയും ഒക്കെ കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഒരു 7 കോഴ്സ് അല്ലെ 8 കോഴ്സ് ഡിന്നർ എന്നൊക്കെ പറയുന്ന പോലെ അവസാനം ഡെസേർട്ടിൽ കൊണ്ടുവന്ന് ഇത് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മുടെ മലയാളി സ്റ്റൈലിൽ അത് നമുക്ക് പണ്ടേ നമ്മുടെ കൾച്ചറിലുണ്ട്. ട്രിവാൻഡ്രത്ത് നമ്മൾ സദ്യ കൊടുക്കുന്ന രീതിയിൽ വേറൊരുത്ത് സദ്യ എന്ന് പറഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണ്. അത് കറക്റ്റായില്ലെങ്കിൽ തിരുവനന്തപുരംകാരാണെങ്കിൽ അതിൽ അവർ തിരിച്ചു പറയും ഇത് സദ്യ മോശമായെന്നുള്ളത്. പിന്നെ സദ്യ 365 ദിവസവും കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ട്രിവാൻഡ്രത്തുണ്ട്. മദേഴ്സ് വെജ് പ്ലാസ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് 365 ദിവസവും കൊടുക്കുന്ന വേറെ റീജൻസി ഞാനങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഭക്ഷണത്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും തീരില്ല. കാരണം കേരളത്തിൽ അങ്ങോളം വ്യത്യസ്തമായ ഭക്ഷണങ്ങളുണ്ട്. സോ നിങ്ങളുടെ നാട്ടിലുള്ള വ്യത്യസ്തമായ ആ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യും. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്.